സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അരുൺദാ, രാവിലെ തന്നെ നല്ല മഴയുണ്ട് പല പ്രദേശങ്ങളിലും. ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നമുക്കും അത്തരത്തിൽ മഴയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ടുള്ള ചൂടും വെയിലും ഒക്കെ ഒന്ന് ഒഴിവായി അത്തരത്തിൽ ആശ്വസിക്കാം. എങ്കിലും ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാലാവസ്ഥ എങ്ങനെയാണ് അരുൺ? ഷിഖാസ്, റോഷ്നി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലാണ് നിലവിൽ മുന്നറിയിപ്പുള്ളത്. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇടിമിന്നലോടുകൂടിയുള്ള മഴ സാധ്യതയാണ് നിലവിൽ മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ തലസ്ഥാനത്ത് തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്നിപ്പോൾ കുറച്ച് മുൻപാണെന്ന് ശാന്തമായി നിൽക്കുന്നത്. എന്തായാലും മൂടിക്കെട്ടിയ ഒരു കാർമേഘമാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. ഇതിൽ ഏറ്റവും സൂചിപ്പിക്കേണ്ടത് ഇനി കാലവർഷം അടുത്ത് നിൽക്കുകയാണ്. മെയ് 26-നോ അതിന് മുൻപ് 22-നോ അല്ലെങ്കിൽ 30-നോ അകത്ത് കാലവർഷം കേരളത്തിലെത്തും. തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് മുകളിൽ ഇപ്പോൾ ഈ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ കേരള, കർണാടക പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ മഴ തുടരുന്നത്. വേനൽക്കാല മഴയ്ക്കപ്പുറം കാലവർഷ മഴ എത്തുകയാണ്. വരുന്ന 22 വരെ ഈ മഴ തുടരും. അതിനുശേഷം കാലവർഷം രൂപപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് 55 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനം ഇന്ന് സംസ്ഥാനത്ത് ഒട്ടുമിക്ക തീരപ്രദേശങ്ങൾ എല്ലാ ഭാഗങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന് കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് കൂടി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഷിഖാസ്, റോഷ്നി.